മരുന്നുക്ഷാമം നേരിടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 മരുന്നുകൾ കൂടി എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ വിതരണം ചെയ്യും. 50 മരുന്നുകൾ നേരത്തെ എത്തിച്ചിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, താൽക്കാലികമായ ഒരു ആശ്വാസമെന്ന് മാത്രമല്ലേ ഇതുകൊണ്ട് പറയാനാവുകയുള്ളൂ? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അതെപ്പോഴുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ടോ? മറ്റ് ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് താൽക്കാലികമായ ഒരു പരിഹാരം എന്നതിൽ കവിഞ്ഞ് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തണമെങ്കിൽ ഈ മരുന്ന് വിതരണക്കാർ അവരുടെ വിതരണം പുനരാരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 150 ഇനം അവശ്യ മരുന്നുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10-ന് ഈ വിതരണക്കാർ വിതരണം അവസാനിപ്പിച്ചതിനു പിന്നാലെ ഈ മരുന്നുക്ഷാമം രൂക്ഷമായി. അതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ ആരോഗ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ മരുന്നുകൾ എത്തിയത്. പക്ഷേ അപ്പോൾ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. കാരണം ഈ മരുന്ന് വിതരണക്കാർ മരുന്നിനോടൊപ്പം തന്നെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് വിതരണം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവയൊക്കെ പുനരാരംഭിച്ചാൽ മാത്രമേ ഈ മുടങ്ങിയ ശസ്ത്രക്രിയകൾ വീണ്ടും അത് തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധി കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്ന് വിതരണക്കാർ തങ്ങളുടെ വിതരണം പുനരാരംഭിക്കേണ്ടതുണ്ട്. പക്ഷേ അവർക്ക് പ്രതിസന്ധിയാകുന്നത് അവരുടെ കുടിശ്ശിക ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. 90 കോടിയോളം രൂപയുള്ള കുടിശ്ശിക, അത് അവർ ആവശ്യപ്പെടുന്നത്ര, അതായത് സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും ലഭിച്ചാൽ മാത്രമേ തങ്ങൾ വിതരണം പുനരാരംഭിക്കുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലുമായി ഒരു ചർച്ച വിതരണക്കാർ നടത്തിയിരുന്നു. അത് പക്ഷേ എങ്ങും എത്തിയില്ല, അതിനൊരു ഫലം കാണുകയും ചെയ്തില്ല. ഏതായാലും കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുകയും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം, ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും ഉയരുന്ന ആവശ്യം. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ളത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പല ജില്ലകളിലെയും രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് സാധാരണക്കാരെയാണ് ബാധിക്കുക. അതിനാൽ തന്നെ താൽക്കാലികമായ ഒരു പരിഹാരമല്ല വേണ്ടത്, ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. പ്രവിധ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കുറേ ദിവസമായി അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിനുടൻ തന്നെ പരിഹാരം വേണം എന്നുള്ളതാണ് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും ഒപ്പം മറ്റുള്ളവരുടെയും ഒക്കെ ആവശ്യം. പക്ഷേ അതിൽ സർക്കാരിനൊരു സമവായത്തിലേക്ക് എത്തിച്ചേരാനാകുന്നില്ല എന്നുള്ളത് തീർത്തും ഖേദകരമാണ്. ഉടൻ തന്നെ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.